ലീഗിൽ ലോക്സഭാ സീറ്റ് വെച്ചുമാറാൻ ആലോചന. ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും മത്സരിച്ചേക്കും. രാജ്യസഭയിലേക്ക് PMA സലാമിനെയും പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എങ്ങനെ നോക്കിക്കാണാം? മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തോട് വഴങ്ങിയതോടെ ഈ ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിറ്റിംഗ് എംപിമാർക്ക് തന്നെയാണ് മത്സരരംഗത്ത് സാധ്യതയുള്ളത്. പക്ഷേ പരസ്പരം സീറ്റുകൾ വെച്ചുമാറുള്ള ആലോചനയും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലത്തെ പൊന്നാനി MP ആയ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം മലപ്പുറത്ത് നിന്നുള്ള ലോക്സഭാംഗമായ അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ മണ്ഡലങ്ങൾ വെച്ച് മാറുന്നത് ടി മുഹമ്മദിന്റെ താല്പര്യപ്രകാരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം കഴിഞ്ഞ തവണയും ടി മണ്ഡലമാറ്റം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് നേതൃത്വം അത് അംഗീകരിച്ചിരുന്നില്ല. എന്തായാലും ഇത്തവണ അതിനൊരു പരിഗണന നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റിലേക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് നേതാവിന്റെ ലീഗ് നേതാവായ PK ഫിറോസിന്റെ പേരും ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് മറ്റു ചില ഫോർമുലകളും പല നേതാക്കളും അല്ലെങ്കിൽ മുന്നണിയിൽ ലീഗിൽ ആവശ്യപ്പെടുന്ന സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാജ്യസഭയിലേക്ക് ടി മുഹമ്മദ് ബഷീറിനെ മത്സരിപ്പിക്കണം. അത് പൊന്നാനിയിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ പരിഗണിക്കണമെന്നൊക്കെയുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. ടി പിന്മാറിയില്ലെങ്കിൽ ടിയുടെ ആവശ്യപ്രകാരം മലപ്പുറത്തേക്ക് മാറ്റണമെന്നും ഈ ഫൈസൽ ബാബുവിനൊക്കെ വേണ്ടിയിട്ടുള്ള വാദിക്കുന്നവരുടെ ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മലപ്പുറത്തൊരു യുവ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഒരു ഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യക്തമാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.